welcome back to my channel. It's a vlogger. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ. നമ്മൾ ഇന്നിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോ X2. അപ്പോൾ പോക്കോ X2 എന്ന് പറയുന്ന ഒരു മൊബൈലാണ് നമ്മൾ ഇന്നിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തോണ്ട് ബെൽ ബട്ടൺ ഞെക്കണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. നമുക്ക് പോക്കോ X2 അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൽ ബേക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കാം. 6.6 ഇഞ്ച് ഡുവൽ ഡിസ്പ്ലേ ക്യാമറയാണ്, 120 ഹെർട്സ് ഹൈ റിഫ്രഷാണ് ഇതിനുള്ളത്. ഫ്ലാഗ്ഷിപ്പ് 64 MB ആണ്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ 20 MBയും അതിനോടൊപ്പം 2 MB ആണ് ഇതിലുള്ളത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G ആണ്. അതുപോലെ തന്നെ 8 നാനോമീറ്റർ ഹൈ പെർഫോമൻസ് പ്രോസസ്സറും വിത്ത് ലിക്വിഡ് കൂളും ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ 4500 mAh ബാറ്ററിയും അതുപോലെ തന്നെ 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇതിൻ്റെ കൂടെ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഫുള്ളി ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ അൺബോക്സിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഇവിടെയാണ് സ്റ്റിക്കർ. അപ്പം നമുക്ക് സ്റ്റിക്കർ ഒന്ന് ഇളക്കാം. ഇതൊക്കെ നമുക്ക് QR കോഡാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പം വലിയ പ്രശ്നമൊക്കെ വന്നാൽ നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് ഇളക്കണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒന്നാമത്തെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഇളക്കാം. ഇപ്പോൾ സൂക്ഷിച്ചാണ് ഞാൻ ഇളക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം ഒട്ടുമിക്ക ഫോണുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ഇളക്കണം. നമുക്ക് എടുക്കാം. ഇതിൻ്റെ കവറാണ് ഒരു നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. നമ്മളെ ഫോൺ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ചാർജറാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. അതിനോടൊപ്പം നമുക്ക് അതിൻ്റെ കേബിളും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് പൗച്ചാണ്. അപ്പോൾ നമുക്ക് പൗച്ചിലേക്ക് പോവാം. പൗച്ചൊക്കെ നല്ല ഇതായിട്ട് നല്ലപോലെയാണ് പൊതിഞ്ഞ് വന്നേക്കുന്നത്. ഗൈസ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇതിനോട് കിട്ടുന്ന പേപ്പറൊക്കെ. ഇനി നമുക്ക് ഇതൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്. ഓക്കെ, അപ്പം ട്രാൻസ്പെറൻറ്റ് പൗച്ച് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫോൺ. ഇത് നല്ലൊരു ഫോണാണ്. കണ്ടൊരു നല്ലൊരു രസമൊക്കെ തോന്നി. ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഇതിനെ. ഗൈസ്, ഇത് വരുന്നില്ല. ഗൈസ്, പണി പാളി വരുന്നില്ല. ഫോൺ വല്ലതും പൊട്ടിപ്പോവോ? ഗൈസ്, പറ്റുന്നില്ല. ഇത് എങ്ങനെ ഇളക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴാണ് കിട്ടിയത്. ഇവിടെ ഒട്ടിച്ചിരുന്നു. ചുമ്മയല്ല, ഞാൻ ഇപ്പം നോക്കിയപ്പോൾ കണ്ടത്. ഗൈസ്, ഇപ്പോൾ നേരത്തെ വരാത്തത് ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. അതാണ് നേരത്തെ വരാത്തത്. ഇപ്പം നല്ലൊരു ഇതാണ്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. ഓക്കെ, ഉണ്ടോ? നിങ്ങളുടെ സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അതുപോലെ തന്നെ ബേക്കിലും കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കിലും നല്ല ഒരു ഷൈനി ലുക്ക് നൽകുന്നു ഈ ഫോൺ. കൊള്ളാമല്ലേ? അതെ, എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഇതൊരു സെറ്റ് ഫോണാണ്. അപ്പോൾ നിങ്ങളും കണ്ടാണ് ഈ ഫോൺ എൻ്റെ ഫുള്ളല്ല, ഒരു ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. ഈ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫാമിലീസിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ഫോണാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ടിങ് ടിങ് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.